friends, welcome to Lakshmi's Cooking Stories. Happy New Year everyone. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞാനൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഷാഹി ടുക്ഡ. ഒരു മുഗളായി ഡെസേർട്ടാണത്. അത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഷാഹി ടുക്ഡ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം അതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും. അത് ഒരുമിച്ച് നമുക്ക് സിറപ്പായിട്ട് മാറ്റാം. 1/2 കപ്പ് ഷുഗർ ഇതിലേക്കിടാം. 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം സിറപ്പാക്കി മാറ്റാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. നമുക്ക് ലാസ്റ്റിൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വേണം ഈ സിറപ്പ് കിട്ടാനായിട്ട്. അതുവരെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ തിളയ്ക്കുന്ന ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കാർഡമത്തിൻ്റെ. ഷുഗർ സിറപ്പ് പാകമായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വെച്ചിരിക്കാം. നമുക്കിനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റബഡി തയ്യാറാക്കുകയാണ്. റബഡി എന്ന് പറയുന്നത് മിൽക്ക് ഉപയോഗിച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുന്ന ഒരു സോസാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് തിളയ്ക്കാറാകുമ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വരെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ. ഒപ്പം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 10-12 സ്ട്രാൻഡ് കുങ്കുമപ്പൂവ് ചൂടുവെള്ളത്തിൽ അലിയിച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. കുങ്കുമപ്പൂ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറും നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും കുങ്കുമപ്പൂ വന്നു കഴിയുമ്പോൾ. ഇനി അതിലേക്ക് നമുക്കിത് തിക്കാവാൻ വേണ്ടിയിട്ട് നോർമലി ഈ റബഡി ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുമ്പോൾ പാല് നല്ലോണം ഇളക്കി ഇത്തിരി സമയമെടുത്ത് ഇളക്കി വറ്റിച്ചാണ് റബഡി തയ്യാറാക്കുന്നത്. നമ്മളിവിടെ ഇതൊരു ഷോർട്ട് കട്ടിൽ തയ്യാറാക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലോട്ട് പാലിൽ ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അത് ഈ ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് ഇത് വരും. അതുവരെ നമ്മളിത് ഇളക്കണം. റബഡി മിക്സ്ചർ തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നു തുടങ്ങി. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നമുക്കിനി ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് ഇതിന് ടേസ്റ്റ്. അത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവട്ടെ. ഇത് ബ്രെഡ് ഈ നെയ്യിലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതൊരു റിച്ച് കണ്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നമുക്ക് നെയ്യിൽ ഓരോ ബ്രെഡായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 8 പീസുണ്ട്. അപ്പോൾ ഈ 8 പീസ് നമുക്ക് ഫ്രൈ ചെയ്ത് കോരാം. നെയ്യ് ചൂടായി. നമുക്കിനി 2 സ്ലൈസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ആ സൈഡ് ഫ്രൈ ആയിട്ടില്ല, നമുക്കൊന്നുകൂടെ തിരിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ആവണം. ബ്രൗൺ കളറായി ഞാൻ തിരിച്ചിടുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു പോവും. രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ടൈമിൽ അടുത്ത 2 സ്ലൈസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ചിങ്ങനെ ഇട്ട് ഷുഗർ സിറപ്പിൽ നല്ലവണ്ണം ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഏത് പ്ലേറ്റിലാണോ വിളമ്പാൻ ഉദ്ദേശിച്ചത് ആ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കും. ആ ടൈമിൽ നമ്മൾ ഈ ബ്രെഡും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നമ്മളങ്ങനെ എല്ലാ ബ്രെഡ് സ്ലൈസും 8 സ്ലൈസും ഗീയിൽ ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റബഡി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ആൽമണ്ടും പിസ്തയും കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയത് ഇങ്ങനെ ഗാർണിഷ് ചെയ്തു. നമ്മളെ ടേസ്റ്റി ഷാഹി തുക്ട റെഡി ആയിട്ടുണ്ട്. ഇത് സോക്കായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അല്ലാതെ ഇങ്ങനെയും എടുത്ത് കഴിക്കാം. നമ്മൾ ഓരോ പീസ് എടുത്തിട്ടും നമുക്ക് ബാക്കിയിരിക്കുന്ന സോസ് കൂടെ ആഡ് ചെയ്തും കഴിക്കാം. അങ്ങനെ ഷാഹി തുക്ട റെഡി ആയിട്ട്. ഷാഹി തുക്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ റിച്ച് ആയിട്ടുള്ള നല്ല ക്രീമി യമ്മി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഡെസേർട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ന്യൂ ഇയർ വിഷസ്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.